ഹായ്, ടെക്നിക്കൽ എക്സാമിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ RRBJE റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ വരുന്നു. റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന എക്സാം ആണെന്നറിയാം. കാരണം ടെക്നിക്കലായിട്ടുള്ള എക്സാംസ് എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ബിടെക് കഴിഞ്ഞ, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ സബ്ജക്റ്റിൽ തന്നെ ജോലി നേടുക എന്നൊരു ആഗ്രഹമുണ്ടാവും. അങ്ങനെയുള്ളവരാണ് മെയിൻലി RRBJE പോലെയുള്ള ഒരുപാട് അവസരങ്ങൾ തരുന്ന ടെക്നിക്കൽ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ കാത്തിരുന്ന് അവരുടെ ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ടാവും. കാരണം ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാർ എന്നാണ് ഈ എക്സാം വിളിക്കുന്നത്? 2023 അവസാനം വിളിക്കുമോ, അല്ലെങ്കിൽ 2024 ആദ്യം വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ആ എക്സാം ഉടനെ തന്നെ വിളിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫാക്റ്റുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ കൃത്യമായ ഉത്തരം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാരണം, ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ്, RRBJEയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് ഓൾമോസ്റ്റ് ലാസ്റ്റ് വരെ എല്ലാ ആളുകളെയും എടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വന്നേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു ലിസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. കാരണം 2019 ലാസ്റ്റ് നമ്മുടെ എക്സാം നടന്നത്. അതിനുശേഷം ഇപ്പോൾ 2023 എന്ന് പറഞ്ഞപ്പോൾ തന്നെ 4 വർഷത്തോളമായി. ഇനി 2024 എത്തുമ്പോഴത്തേക്ക് ഈ എക്സാം വിളിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഒട്ടും വിഷമിക്കരുത്. നിങ്ങൾക്ക് ഈ എക്സാം ഫ്രണ്ടിലുണ്ടാവും. ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ തന്നെ ലാസ്റ്റ് ഓഗസ്റ്റ് മുതൽ തന്നെ 2023 ഓഗസ്റ്റ് മുതൽ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം പ്രതീക്ഷിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു, സെപ്റ്റംബർ ബാച്ചിലുണ്ടായിരുന്നു, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ RRBJE ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് അഡ്മിഷൻ എടുക്കുകയും അതുപോലെ ഓൺലൈനിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു കൃത്യമായ ഉത്തരവും കൂടെ തരാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ എക്സാം വൈകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ ഈ പറഞ്ഞത് തന്നെയാണ്. കാരണം റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ശേഷം NTPCയും ഗ്രൂപ്പ് ഡി ഒക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എക്സാം നടത്തിയത്. RRBJEയുടെ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് വരെയുള്ള ആളുകൾക്ക് വരെ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഇനി 2024 ആദ്യം ഇലക്ഷന്റെ ഒരു സാധ്യതയൊക്കെ കിടക്കുന്നത് കൊണ്ട് ഉടനെ തന്നെ പരീക്ഷ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2024 RRBJEയുടെ എക്സാം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ടെക്നിക്കൽ എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. പൊതുവേ റെയിൽവേയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ടെക്നിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അവർക്ക് ഈ നോൺ ടെക്നിക്കൽ ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഈ RRBJEയിൽ എത്തിയിരിക്കുന്നത് തന്നെ ടെക്നിക്കലായിട്ടുള്ള അവരുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിലുള്ള ഒരു ഇഷ്ടം, ആ സബ്ജക്റ്റ് പഠിക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ള ആഗ്രഹം കൊണ്ടാവാം. പക്ഷേ ഈ നോൺ ടെക്നിക്കൽ എക്സാം പാർട്ട് പഠിക്കാതെ നമുക്കൊരിക്കലും RRBJE എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് ഈ എക്സാം നടന്നത് എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഈ എക്സാം നടന്നത് എന്നാണ്? 2019 ദിശ അക്കാഡമി ഈ എക്സാമിന് കൃത്യമായിട്ട് ക്ലാസ്സുകളെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു 2019. നമ്മുടെ വിദ്യാർത്ഥികൾ, നിരവധി വിദ്യാർത്ഥികൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് ഇന്ന് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ആധികാരികതയോടെ പറയാനായിട്ട് സാധിക്കും. റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ പറ്റി പറയാനായിട്ട് സാധിക്കും. എന്താണ് 2019 നോട്ടിഫിക്കേഷൻ വന്ന് എന്നാണ് പരീക്ഷ നടന്നത്? 2019 നോട്ടിഫിക്കേഷൻ വരികയും 2020 ആദ്യത്തിൽ തന്നെ പരീക്ഷ നടക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ടു പുറകെ എന്തു വന്നു? കോവിഡ് വന്ന് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയും അതുപോലെ തന്നെ NTPC പരീക്ഷകളും മാറ്റിവെക്കപ്പെടുകയും 2022 കൂടിയാണ് ആ പരീക്ഷകൾ നടക്കുകയും ചെയ്തത്. പക്ഷേ കൃത്യമായി ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷ വരികയും പെട്ടെന്ന് തന്നെ പരീക്ഷ നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും പിന്നീട് അങ്ങോട്ട് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് 2019 നോട്ടിഫിക്കേഷൻ വന്നത്. 2018 അവസാനം, അതെന്ന് പറയുമ്പോൾ 19 കൂട്ടിക്കോളൂ, 2019, 20, 21, 22, 23. സാധാരണ റെയിൽവേയുടെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ 3 വർഷം കൂടുമ്പോഴാണ് പരീക്ഷ വരേണ്ടത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 3-4 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ലിസ്റ്റുകൾ തന്നെ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നല്ല ഒരു വേക്കൻസിയോടുകൂടി, ഒരുപാട് വേക്കൻസി ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിളിച്ചേ പറ്റൂ മക്കളെ. അപ്പോൾ ഞാൻ കൃത്യമായിട്ടും പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന, നമ്മുടെ ചാനൽ കണ്ട് പഠിക്കുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക. നിങ്ങൾ ഭംഗിയായി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യുക. കാരണം
നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇച്ചിരി വിഷമകരമായ കാര്യമാണ്, ചിലരെ സംബന്ധിച്ച് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് അതെന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതൊക്കെയാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ? ഇപ്പം റെയിൽവേയുടെ എക്സാം എന്ന് പറയുമ്പോൾ RRB JEE ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഒരുപാട് പേർക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത പോസ്റ്റുകളാണ്. എല്ലാവർക്കും അറിയാം RRB ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ JEE എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാമാണ്. ഇതുകൂടാതെ എന്താണ്, IT പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടവർക്ക് എന്താണ് ജൂനിയർ എഞ്ചിനീയർ IT എന്നൊരു പോസ്റ്റ് കൂടിയുണ്ട്. അതിന്റെ വേക്കൻസി ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. അതുപോലെ കെമിക്കൽ ആൻഡ് മെട്രിക്കുലർ അസിസ്റ്റന്റ് CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടിയുണ്ട്. അപ്പം ഇങ്ങനെ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റും അതുപോലെ തന്നെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടിന്റെ പോസ്റ്റും ഒരുപാട് വേക്കൻസികളുള്ള പോസ്റ്റ് ഒന്നും അല്ല, വളരെ കുറച്ച് വേക്കൻസി ഉള്ളൂ. ITക്കകത്ത് കുറച്ച് വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. RRB JEE ആണ് ഒരുപാട് വേക്കൻസിയിൽ വിളിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 4 പോസ്റ്റുകൾ. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ തന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ JEEയുടെ പോസ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ ITയുടെ പോസ്റ്റ്, DMSന്റെ പോസ്റ്റ്, അതുപോലെ തന്നെ CMAയുടെ പോസ്റ്റ്, ഇത്രയും പോസ്റ്റുകൾ ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് RRB JEEയുടെ RRB ജൂനിയർ എഞ്ചിനീയർ കാത്തിരിക്കുന്നവർക്ക് ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഈ പോസ്റ്റുകളെ പറ്റി ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം, ഏതാണ് ഏജ് ലിമിറ്റ്, എത്രത്തോളം വേക്കൻസി ഉണ്ട്, എന്താണ് ഇതിന്റെ സാലറി സ്കെയില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത എനിക്ക് പറയാനുള്ളത് RRB JEE നോട്ടിഫിക്കേഷൻ 2019 വന്നപ്പോൾ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു? ഏകദേശം 13,847 വേക്കൻസി ഉണ്ടായിരുന്നു. 13,847. അപ്പൊ അതില് RRB JEEക്കാണ് 12,844 വേക്കൻസി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതായിരുന്നു, ITക്കും അതുപോലെ തന്നെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റിന് 227, അത് തന്നെ എന്താണ് മെറ്റലോജിക്കൽ അസിസ്റ്റന്റിന് 387 വേക്കൻസിയും. ഏകദേശം 14,000-ഓളം വേക്കൻസികൾ മാത്രമായിരുന്നു എന്തുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ 14,000 വേക്കൻസി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ PSC ഒക്കെ വിളിക്കുന്ന പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, കേരള PSC വിളിക്കുന്ന എഞ്ചിനീയറിംഗ് പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹ്യൂജ് വേക്കൻസി തന്നെയാണ്, അല്ലെ? ഹ്യൂജ് വേക്കൻസി തന്നെയാണ്. കാരണം വളരെ ചെറിയ പോസ്റ്റുകളിലേക്കും വളരെ ചെറിയ സെലക്ഷനും മാത്രമാണ് എഞ്ചിനീയേഴ്സിന് നമുക്ക് PSC വഴി കിട്ടുന്നതെങ്കിൽ RRB JEEയിലൂടെ ഏകദേശം 12,000-ഓളം വേക്കൻസി ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആളുകൾക്ക് കിട്ടുന്നു. പിന്നെ ആ ലിസ്റ്റിൽ അവസാനം വരെയുള്ള ആളുകളെയും സെലക്ഷനിലൂടെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതും നല്ല പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാനുള്ള അവസരവും കൂടെയാണ്. നിങ്ങളുടെ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരം കൂടിയാണ്. അപ്പോൾ ഈ പോസ്റ്റുകളെ കുറിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അവസരങ്ങൾ മീൻസ് വേക്കൻസികളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇതിനകത്ത് വരുന്ന ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? മക്കളെ, JEE എന്ന് പറയുന്ന എക്സാമിന് വരുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാ? നോക്കൂ, എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ വരുന്ന മെക്കാനിക്കലിന്റെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്. ഇലക്ട്രിക്കൽ സ്ട്രീമിൽ വരുന്ന ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, എഞ്ചിനീയറിംഗ് കൺട്രോൾ, ടൂൾസ്, മെഷീൻസ്, അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്കുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ട്, BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് എന്ത് വരുന്നത്, RRB JEE ജൂനിയർ എഞ്ചിനീയർ എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ പറയും നിങ്ങൾ പറയേണ്ടത് എന്താണ്? ബിടെക്കുകാർക്കൊക്കെ നല്ല അവസരമാണ്, അല്ലേ? ബിടെക്കുകാർക്ക് ഡിപ്ലോമക്കാർക്ക് ഒക്കെ നല്ല അവസരമാണ് എന്തെന്ന് പറയുന്നത് RRB JEE. ക്ലിയർ ആണല്ലോ? അപ്പം ബിടെക് പഠിച്ചിട്ടിരിക്കുന്ന ഈ എഞ്ചിനീയറിംഗ് സ്ട്രീമിലൊക്കെ ബിടെക് കഴിഞ്ഞിട്ടുള്ളവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്കെല്ലാം നല്ലൊരു അവസരമാണെന്ന് പറയുന്നത് JEE എന്ന് പറയുന്നത്. നല്ല വേക്കൻസി, ഇപ്രാവശ്യം 15,000-ഓളം വേക്കൻസി ഉറപ്പായിട്ടും വരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റിന്റെ DMS പോസ്റ്റിലേക്ക് വരുന്നത് എന്താണ്? ഏകദേശം നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറയുന്നത്. എന്തിനു വേണ്ടി? DMS പോസ്റ്റിലേക്ക് പറയുന്നത്. അതുപോലെ തന്നെ JEE IT പോസ്റ്റിൽ സ്വാഭാവികമായിട്ടും എന്താണ്, PGDCA കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട BCA, BTech, BSc കമ്പ്യൂട്ടർ പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് പറ്റും. CMA പോസ്റ്റിലേക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രിയുമായിട്ട് BSc സബ്ജക്ട്സിലുള്ള, സയൻസ് സബ്ജക്ട്സിലുള്ളവർക്ക് എന്താണ്, മിനിമം 3 ഇയർ ഡിഗ്രിയാണ് പറയുന്നത്. മിനിമം 55% മാർക്കും പറയുന്നുണ്ട്. ഏത് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട്? CMA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. RRB JEE ആണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അതുപോലെ തന്നെ ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. DMS JEE CMA പോലുള്ള പോസ്റ്റുകളുടെ ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് RRB JEE പോലെയുള്ള എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്തത് എന്താണ്, നമ്മുടെ ഏജ് കാറ്റഗറിയാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഏജ് കാറ്റഗറിയാണ്. എന്താണ് ഏത് കാറ്റഗറി ഉള്ളത്? ഇച്ചിരി ഏജ് ഉള്ള 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്, ഏജ് ലിമിറ്റ് ഉള്ള പോസ്റ്റാണ് എന്തെന്ന് പറയുന്നത് RRB JEE. ജനറൽ കാറ്റഗറിയിൽ 33 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത? RRB JEE ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം SSCയുടെ പല എക്സാമുകൾക്കും നമുക്ക് 31 വയസ്സ് വരെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 28 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റഡ് ആകുമ്പോൾ ഇത്തരം റെയിൽവേയുടെ എക്സാമിന് ഇത്രയും ഏജ് ഉള്ളത് നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതീക്ഷ നൽകുന്നതാണ്. OBC പോലുള്ളവർക്ക് 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്, മറ്റുള്ളവർക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഏജ് എത്ര വരെയുള്ള ആളുകൾക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഏത് ഏജ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഈ ഏജ് ലിമിറ്റ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അത്യാവശ്യം ഏജ് ഉള്ള എക്സാമാണ് എന്തെന്ന് പറയുന്നത് RRB JEE എക്സാം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇതിൻ്റെ വേക്കൻസി. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ കണ്ടു എന്താണ്, ഏകദേശം ഇത്രത്തോളം ഒരു 13,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. ലാസ്റ്റ് വരെയുള്ള ആൾക്കാരെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു കേട്ടോ. ഒരുപാട് പേരെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു. ഏകദേശം 13,000-ഓളം ആൾക്കാരെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തു, സെലക്ഷൻ ചെയ്തു. അതുകൊണ്ട് ഇപ്രാവശ്യം വിളിക്കുന്ന ഏകദേശം ഒരു 10, 15,000, 25,000 വേക്കൻസിയിൽ വിളിച്ചാൽ ആ വിളിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. കാരണം സാധാരണ നമ്മുടെ ലിസ്റ്റുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ബാക്കിലോട്ട് വരുന്ന ആളുകൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറയും. പക്ഷേ ഈ ലിസ്റ്റിന്റെ പ്രത്യേകത ഫുള്ളായിട്ടുള്ള ആൾക്കാരെ വരെ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് RRB JEE എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ആലോചിച്ചോണം. ഞാൻ ആ ഫുള്ള് എത്ര പേർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഇതിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇതിന്റെ സാലറി പാക്കേജ്, നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര സാലറി നമുക്ക് കിട്ടും? വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് ഇവിടെ കിട്ടുന്നത്. ഏകദേശം നമുക്ക് ഒരു 10-80,000 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു കോളേജ് പ്രൊഫസർ ആയാൽ കിട്ടുന്ന സാലറിയുടെ പോലെ തന്നെ നല്ല സാലറി ഒരു 80,000 ഒക്കെ നമുക്ക് എന്ത് കിട്ടും, പെർ മന്ത് സാലറി കിട്ടുന്ന പോസ്റ്റാണ് എന്തെന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ബേസിക്കും DAയും അലവൻസസും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു സാലറി പാക്കേജിലേക്ക് എത്താൻ സാധിക്കുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് RRB JEEയുടെ സാലറി പാക്കേജ്. അപ്പൊ അതും കൂടെ നമ്മളെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പല ആളുകളും ചിലപ്പോൾ ഒന്ന് മടിച്ചു നിൽക്കുമ്പോൾ ഇത്രയും സാലറി പാക്കേജ് കിട്ടുന്ന, ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള, ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ തളർന്നിരുന്നാൽ പറ്റുമോ? നിങ്ങൾ തളർന്നിരുന്നാൽ പറ്റുമോ? കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ട് ആദ്യം പഠിച്ചു വന്നവരൊക്കെ ആ എനർജിയൊക്കെ ഒന്ന് ലോസ് ആയി പോയവരുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എക്സാമിൻ്റെ പ്രത്യേകത ഇതിനകത്ത് എന്തുണ്ട്, നോൺ ടെക്നിക്കൽ പാർട്ടും അതുപോലെ തന്നെ ടെക്നിക്കൽ. ഞാൻ അതിൻ്റെ എന്ത് കാണിക്കാം, നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് ഒന്ന് കാണിക്കാം. അന്നേരം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാവും. ഇതിൻ്റെ ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് എന്താ, കുറച്ച് സ്റ്റേജുകളുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജ് CBT എക്സാം ആണ്, സെക്കൻഡ് സ്റ്റേജും CBT എക്സാം ആണ്, പിന്നെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഫൈനൽ സെലക്ഷനുമാണ്. അങ്ങനെ 3-4 സ്റ്റേജുകളാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഒരു CBT എക്സാം ആണ്, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജും CBT എക്സാം ആണ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് വരുന്നത്, നമ്മുടെ പ്യുവർലി നോൺ ടെക്നിക്കൽ പാർട്ടാണ് ഈ എക്സാമിന് വരുന്നത്. അതുകൊണ്ട് തന്നെ RRB JEE പ്രിപ്പയർ ചെയ്തവരെല്ലാം എന്തുവാ, ഈ ബിടെക് കഴിഞ്ഞ ആൾക്കാരാണ്. ഞാനത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അക്കാഡമിയിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ടെക്നിക്കൽ പഠിച്ചിട്ട് വന്നവർക്ക് നോൺ ടെക്നിക്കൽ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഈ ടെക്നിക്കൽ ഇങ്ങനെ മൈൻഡിൽ ഇരിക്കുന്നതുകൊണ്ടേ അവർക്ക് ഈ നോൺ ടെക്നിക്കൽ അങ്ങോട്ട് ഫോളോ ചെയ്യാനൊരു ബുദ്ധിമുട്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ മുമ്പേ തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സിലബസ് ഒന്ന് കാണിച്ചു തരാം. ഈ സിലബസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ സിലബസിലൂടെയാണ് എനിക്കത് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ CBT 1 എന്തുവാ, ഇതിൻ്റെ CBT 1 വരുന്നത് പ്യുവർലി മാത്സ് വരുന്നുണ്ട്, ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ജനറൽ സയൻസ് വരുന്നുണ്ട്. അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ഇവിടെ വരുന്നത്. ജനറൽ അവയർനെസ്സിനകത്ത് നമ്മുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് പോലെയുള്ള കാര്യങ്ങൾ വരും. ഇത് റീസണിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇതെന്താണ്, QA ആണ് വരുന്നത്. ഇത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ SSC എക്സാമിന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് CBT 1 വരുന്നത്. കേട്ടോ, CBT 1.
ഈ CBT-1 എക്സാം ക്വാളിഫൈ ചെയ്യാതെ 90 മിനിറ്റ് വെച്ച് നടക്കുന്ന ഈ CBT-1 എക്സാം ക്വാളിഫൈ ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് എവിടോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, CBT-2 എൻ്റർ ചെയ്യാൻ പറ്റില്ല. വളരെ പ്രാധാന്യമുള്ള കാര്യം ഞാൻ പറയുന്നത്, വളരെ പ്രാധാന്യമുള്ള കാര്യം. നോക്കൂ, നിങ്ങൾ CBT-2 എൻ്റർ ചെയ്യണമെങ്കിൽ CBT-1 നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ നിസ്സാരമായ കാര്യമാണോ? ഈ ടെക്നിക്കൽ പഠിച്ച സബ്ജക്റ്റ് ഞാൻ എൻ്റെ സബ്ജക്റ്റ് സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ സിവിലിൽ സ്ട്രോങ് ആണ് സാർ, ഞാൻ മെക്കാനിക്കൽ സ്ട്രോങ് ആണ് സാർ, എനിക്ക് RRB JEE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നവർ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, നോൺ ടെക്നിക്കൽ പാർട്ട് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ CBT-2 വരുമ്പോഴേ ഉള്ളൂ ടെക്നിക്കൽ. ഇപ്പൊ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി ടെക്നിക്കലിന്റെ ക്ലാസ്സുകൾ ഇനി തന്നു തുടങ്ങും. RRB JEE ടെക്നിക്കലിന്റെ ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ RRB JEE ടെക്നിക്കൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഓഫ്ലൈനിലും RRB JEE ടെക്നിക്കൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ CBT-1 ക്ലിയർ ചെയ്തിട്ടാണ് CBT-2 വരുന്നത്. CBT-2 എന്ന് പറയുന്നത് ഇപ്പൊ ടെക്നിക്കൽ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പറയാം, ഇപ്പൊ ഞാനും ടെക്നിക്കൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ CBT-2 വരുന്ന ടെക്നിക്കൽ ഒരിക്കലും ഒരു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഗേറ്റ് ലെവൽ കണ്ടന്റ് അറിയാൻ ഞാൻ ഗേറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. RRB JEE കിട്ടണമെങ്കിൽ നോൺ ടെക്നിക്കൽ പഠിച്ച് ആദ്യം CBT-1 നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് മടിയില്ലാതെ പഠിക്കണമെങ്കിൽ മുമ്പേ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യണം. ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ CBT-2 എത്തുമ്പോൾ വീണ്ടും ഉണ്ട്, ഈ ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്നുണ്ട്, ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു 50 മാർക്ക് വീണ്ടും എന്ത് കിടപ്പുണ്ട്, നോൺ ടെക്നിക്കൽ കിടപ്പുണ്ട്. 100 മാർക്കാണ് നമ്മുടെ എന്ത് കിടക്കുന്നത്, ടെക്നിക്കൽ കിടക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു ടെക്നിക്കൽ എക്സാം ആണ് എങ്കിൽ പോലും നോൺ ടെക്നിക്കൽ പാർട്ടിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരീക്ഷയല്ലേ RRB JEE? ശരിയാണോ? RRB JEE എന്ന് പറയുന്നത് മക്കളെ നോൺ ടെക്നിക്കലിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെയിൽവേ പോലുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇതിനകത്ത് കയറുന്നത്. നിങ്ങൾ ടെക്നിക്കൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഡിപ്ലോമക്കാരാവട്ടെ, നിങ്ങൾ BTechകാരായിക്കോട്ടെ, നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ എന്ത് പഠിക്കാൻ ശ്രമിക്കുക, നോൺ ടെക്നിക്കലൂടെ വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് പഠിക്കുന്നതിൽ മടിയുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര അക്കാഡമികളിൽ വേണമെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററുകളിൽ ജോയിൻ ചെയ്ത് CBT-1 CBT-2 എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാം. ഇപ്പോൾ ആദ്യം നടക്കുന്നത് CBT-1 കോഴ്സാണ്. അതുപോലെ തന്നെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ ഇരിക്കുന്ന ആളുകൾക്കും CBT-1 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. CBT-2 ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് നൽകി തുടങ്ങും. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ എക്സാമിന്റെ പ്രാധാന്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് എക്സാം പാറ്റേൺ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാലേ RRB JEE നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാര്യമുള്ളൂ. കുറെ ആൾക്കാർ ചോദിക്കുന്നത്, സാർ എന്താ നോട്ടിഫിക്കേഷൻ വരാത്തത്? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വെപ്രാളപ്പെട്ട് പഠിക്കാനല്ലേ. അപ്പോൾ അതിലും ഭേദം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നന്നായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ആദ്യം സിലബസ് അനുസരിച്ച് നിങ്ങളുടെ ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു മടിയും കൂടാതെ നോൺ ടെക്നിക്കൽ പാർട്ട് CBT-1 എക്സാമിന് വേണ്ടി പഠിക്കുക. അതുപോലെ തന്നെ CBT-2 എന്ന് പറയുന്ന പാർട്ടിൽ നോൺ ടെക്നിക്കലും ഉണ്ട്, ടെക്നിക്കലും ഉണ്ട്. അപ്പം അതും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പരീക്ഷ തന്നെയാണ് RRB JEE 2024 എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട വിധവും അതുപോലെ തന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്നും എന്താണ് ഇതിൻ്റെ അവസരങ്ങളെന്നും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.